ഹലോ, നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റും കൂടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ആക്കുന്ന ഇടയിൽ നമുക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർക്കാം, കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെച്ചാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ടേസ്റ്റ് എത്രയാണോ നമ്മൾ ടൈം വെക്കുന്നത് അത്രത്തോളം ടേസ്റ്റ് കൂട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മസാല പുരട്ടി വെച്ച കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തീ അധികം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും